കേറ്റിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് ലിബിനെയാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം ഒരു 250 പേരോളം ഇവിടെ എത്തി. അപ്പോൾ ഇവരുടെ എല്ലാം ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫാമിലി വൈസിൽ ലിബിനെയും ലിബിനയുടെ ഹസ്ബൻഡിനെയും എല്ലാവരും നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് ലിബിനോട് തന്നെ ചോദിക്കും, ഇപ്പോൾ എത്തിലായിട്ട് എത്ര വർഷമായി? ഞാനിപ്പോൾ ഏകദേശം 4 വർഷത്തോളമാണ്. ഓ, 4 വർഷം. വീണ്ടും 4 വർഷം. ഈ വർഷങ്ങളൊന്നും പോകുന്നത് നമ്മൾ തന്നെ അറിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഹസ്ബൻഡ് വന്നിട്ട് ഇപ്പം എത്ര നാളായി? വന്നിട്ട് 2 വർഷമാകുന്നു. ഓക്കെ. മോനും നിങ്ങൾ ഒരുമിച്ചാണോ വന്നത്? സന്തോഷമല്ലേ? ഒരുമിച്ച് ആവുമ്പോഴത്തെ ഒരു സന്തോഷം അത് വേറെ തന്നെയല്ലേ? ലിബിന് പരീക്ഷയൊക്കെ എഴുതി പാസ്സായില്ലേ? ഞാൻ അവിടെ വന്ന് മിലാനിന്ന് പിന്നെ ഇവിടെയോട്ട് വന്നു. ഏത് റീജിയന്റെ പരീക്ഷ എഴുതിയത്? ഞാനിവിടെ പിയമോന്ത റീജിയന്റെ പരീക്ഷ. ഇവർക്ക് വേണ്ട ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പരീക്ഷ എഴുതാൻ വേണ്ടത് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നുള്ളതുകൊണ്ട് എളുപ്പമായിരുന്നു. പിന്നെ ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായൊരു തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു പ്രയോജനം ഉണ്ടായിരുന്നു. അനീഷിന് എന്താ പറയാനുള്ളത്? ഒരു മാസമായി നാട്ടിൽ നിന്ന് തന്നെ ഇന്റർനാഷണൽ ഇങ്ങോട്ട് മാറ്റി. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ചെറിയ വണ്ടി എടുത്തു. അപ്പം അത്യാവശ്യം കുഴപ്പമില്ല, അനുഗ്രഹിച്ച് സന്തോഷം. പിന്നെ ഇതിനൊക്കെ നമ്മൾ പ്രാധാന്യം നാട്ടിൽ നമ്മൾ എത്ര രൂപ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും നമ്മൾ ഒരുമിച്ചുള്ള ഒരു ജീവിതം, അതാണ് ഏറ്റവും പോസിറ്റീവ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നമുക്ക് പല ജോലികൾ കാണും, പല പ്രസ്ഥാനങ്ങൾ കാണും, ശരിയാണ്, നമ്മൾ പൈസ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിലേക്ക് വരുമ്പം അതൊരു വേറൊരു രീതിയാണ്. ഞാനിവിടെ വന്ന് കണ്ട യൂറോപ്പിൽ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരുമായിട്ട് പറയുന്നത് അതൊരു കാമാങ്കമായിട്ട് കേട്ടോ. എല്ലാത്തിനും ഒരു അതിൻ്റെ സമയം എടുത്ത് പതുക്കെയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഏറ്റവും അല്ല. ഞാൻ പേപ്പർ വർക്കിന്റെ കാര്യമില്ല, ആൾക്കാരെ അവര് നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. നമ്മൾക്ക് വഴിയിൽ അറിഞ്ഞാലും അറിയാൻ മേലാത്ത ആൾക്കാരാണ് ചാവോ എന്ന് പറയും. നമ്മൾ തന്നെ ഓർക്കും നമ്മളെ കണ്ടിട്ടില്ലല്ലോ, ഇവരെന്തിനാ നമ്മളെ വിളിക്കുന്നത്. കൊച്ചിന് എന്നാ പറയുന്നുള്ള വന്നിറങ്ങിയിട്ട് ഇതിലേക്ക് ഇഷ്ടപ്പെട്ടോ? സ്കൂളിൽ ചേർന്നോ? ഏതാ സുപ്പീരിയറയാ? ഓക്കെ. അപ്പം ലാംഗ്വേജ് പഠിക്കാനൊക്കെ തുടങ്ങിയോ? അമ്മ പഠിച്ച് വലിയ സെറ്റപ്പ് ആയില്ലേ? അപ്പൊ പിന്നെ അമ്മയോട് ചോദിച്ചാൽ മതി. ഞങ്ങൾ പഠിച്ച ആ ഒരു ഇതിന്റെ മോഡലൊക്കെ വെച്ചിട്ട് അക്ഷരങ്ങളും കാര്യങ്ങളും ഒക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നു. രാവിലെ വരുമ്പോഴത്തേന് കുറച്ചൊക്കെ അവന് എഴുതാനായിട്ടുള്ള ടാസ്ക് ആയിട്ടൊക്കെ അവന് കൊടുക്കും. അപ്പൊ അവനത് പഠിക്കും. വരും, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അതൊക്കെ പറഞ്ഞു തരും. പിന്നെ അച്ചാച്ചനും കൂടിയുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ അടുത്തൊരു അമ്മമാരുടെ ഒരു സ്കൂളുണ്ട്. അവിടെ ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ഞങ്ങളപ്പോ ഇവിടെ അടുത്ത് നടന്നു വന്ന ദൂരേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ അവിടെ പോകുന്നുണ്ട്. നന്നായിട്ട് പോകുന്നു. ഇപ്പൊ എവിടെയാ ലിബിനെ വർക്ക് ചെയ്യുന്നത്? ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ഇത് ഞാനിപ്പോ ഇവിടെ താമസിക്കുന്നത് നിക്സ കോൺഫറത്താണ്. ഇവിടെ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പ്രൊവിൻസ ദി ആസ്തി. അല്ലേ? ഓക്കെ. ഇപ്പൊ ഈ സ്ഥാപനത്തിൽ കേട്ടപ്പോ എത്ര നാളായി? ഞാനിപ്പോ ഇവിടെ കേട്ടിട്ട് 2 വർഷമാകാൻ പോകുന്നു. ഓക്കെ. 1 വർഷം ജസ്റ്റ് ഓഫ് ബിസിനസ് നടന്നു, അതിനുശേഷം അതിലേക്ക് മാറി അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ജസ്റ്റ് ഓഫ് ബിസിനസിന്റെ അണ്ടറിൽ വന്നിരിക്കുന്ന എല്ലാവരും വളരെ സന്തോഷമായി മുന്നോട്ട് പോകുന്നതിൽ. എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. കാരണം ജസ്റ്റ് ഓഫ് ബിസിനസ് മുഖേനയാണ് ലിബിന ഇവിടെ വന്നത്. ഇവിടെ വന്ന് ജസ്റ്റ് സിജോയും മീനായി രണ്ടുപേരും കൂടി ഒത്തിരി കാര്യങ്ങൾ, പേപ്പർ വർക്ക്, പോസ്റ്റ് കാര്യങ്ങളെല്ലാം സഹായിക്കും. ഞങ്ങളിവിടെ വരാൻ നിങ്ങളാണ് കാരണം. അതിനുള്ള ഒത്തിരി താങ്ക് യു അതേ ഇപ്പോൾ പറയാനുള്ളൂ. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പം എല്ലാത്തിനും നന്ദി. ഓക്കെ. നമ്മളുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ ഹാപ്പി ആയിട്ട് അനീഷിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. അനീഷിന്റെ വ്ലോഗ്സ് ഒക്കെ ഇടയ്ക്ക് കാണുന്നതുകൊണ്ട് നിങ്ങളുടെ ഒരു അപ്ഡേഷൻ ഒക്കെ നമുക്ക് യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ ഒക്കെ നമുക്കറിയാം. പക്ഷെ നമ്മളുടെ ഒരു ആഗ്രഹം ആദ്യം വന്നിരിക്കുന്ന എല്ലാവരുടെയും ഒരിക്കലും ഇതുപോലെ പോയി ഇവരുടെ ഒരു മീൻസ് സന്തോഷം ഇവരിലേക്കൊക്കെ എത്തിക്കണം. അതായത് നാട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്ത വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ എന്താണെന്നുള്ളത്, അല്ലെ ഇവിടെ വന്ന് പലരും വിചാരിക്കും ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നുള്ളവരുണ്ട്, അല്ലെ ജോലി ഇല്ലാന്ന്. എങ്ങനെയാണ് നിങ്ങളുടെ അപ്ഡേഷൻ എന്ന് നാട്ടിലിരിക്കുന്നവർക്ക് അറിയില്ല. അപ്പം റിവ്യൂ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു സന്തോഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പൊ നാളെ ഇവിടെ വരാൻ വെയിറ്റ് ചെയ്യുന്നവർക്ക് ഒരു മോട്ടിവേഷൻ. അപ്പം ഇവിടെ വന്നേക്കുന്നവരെല്ലാം ഹാപ്പി ആയിട്ട് പോകുന്നു എന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കുക. നമ്മൾക്ക് എപ്പോഴും നമ്മുടെ കാൻഡിഡേറ്റ്സിനോട് ഒരു
സ്നേഹവും കരുതലും ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളെ എല്ലാം എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം. അപ്പം അടുത്തൊരു ഫാമിലിയുടെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിക്കാം അല്ലെ, അടുത്തൊരു ഇതില്. അപ്പം ഒത്തിരി സന്തോഷം. അപ്പൊ വീണ്ടും കാണുന്നിടം വരെ താങ്ക് യു.